Welcome dear students to my next class. Today we shall discuss about the topic limitations of performance appraisal. We have already discussed the topic performance appraisal, need for performance appraisal, importance of performance appraisal and so on. So now we can discuss about the topic limitations of performance appraisal. So it has to face a lot of problems while conducting performance appraisal. Some of the major limitations of performance appraisal are listed as below. First one, the biases of the appraiser. Ambiguity in standards. Insufficient evidence. Several qualities remain without appraisal. Leniency or strictness tendency. Average rating problem. Influence of men's job. Similarity error. These are the limitations of performance appraisal. Now we can explain it as detail. First one, biases of the appraiser. The likes or dislikes of the appraiser may affect the evaluation of employees. Such as halo effect is one of the important examples of biases of the appraiser. A high rate is given to favored employee, whereas unfriendly employees are rated below. ഇവിടെ നമ്മൾ പറയുന്നത് നമ്മുടെ അപ്രൈസർക്ക് ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ ഫേവേർഡ് എംപ്ലോയി ആണെങ്കിൽ എ ഹൈ റേറ്റ് ഈസ് ഗിവൺ ടു ദ ഫേവേർഡ് എംപ്ലോയി അറ്റ് ദ സെയിം ടൈം അൺഫ്രണ്ട്ലി എംപ്ലോയീസ് ആർ ഗിവൺ എ ലോ റേറ്റ് ദാറ്റ് ഈസ് ഹാലോ ഇഫക്റ്റ്. ആളുടെ മനസ്സിലുള്ള ഒരു ഐഡിയ വെച്ചിട്ട് അയാൾ ചെയ്യാണ്, ഇന്ന ആള് നല്ല ആളാണ്, അപ്പം അങ്ങനെയാണെങ്കിൽ അയാൾക്ക് കൂടുതൽ പോയിന്റ്സ് കൊടുക്കാം. അങ്ങനെയുള്ള റേറ്റിംഗ് ചിലപ്പോൾ വരാം. അതാണ് ബയാസസ് ഓഫ് അപ്രൈസർ. അയാളുടെ ലൈക്സ്, പ്രിജുഡീസ്, ബയാസസ് ഒക്കെ നമ്മുടെ ഇവാലുവേഷനെ അഫക്റ്റ് ചെയ്യും. ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളാണ്, ഫേവേർഡ് ആയിട്ടുള്ള എംപ്ലോയി ആണെങ്കിൽ ഹി ക്യാൻ ഗിവ് മോർ റേറ്റ് ദാൻ അതേഴ്സ്. Then ambiguity in standards. First we have to set a standard for performance appraisal. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, പെർഫോമൻസ് അപ്രൈസലിന് നമ്മളൊരു സ്റ്റാൻഡേർഡ് നമ്മൾ ഫിക്സ് ചെയ്യണം. ഈ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് വെൽ ഡിഫൈൻഡ് ആയിരിക്കണം, ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ ബൈ ഓൾ. ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വളരെ നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിരിക്കണം, ക്ലിയർ ആയിരിക്കണം. അതുപോലെ തന്നെ സൂപ്പർവൈസേഴ്സ് അത് യൂണിഫോംലി ആയിട്ട് ഫോളോ ചെയ്യണം, എല്ലാവരും ഒരുപോലെ ഫോളോ ചെയ്യണം. പക്ഷേ പലപ്പോഴും പ്രാബല്യത്തിൽ വരുമ്പോൾ ഇത് ഡിഫറെൻറ്റ് സ്റ്റാൻഡേർഡ്സ് ആണ് ഡിഫറെൻറ്റ് എംപ്ലോയീസിന് വേണ്ടി റേറ്റേഴ്സ് യൂസ് ചെയ്യുക. അതാണ് ആംബിഗിറ്റി ഇൻ സ്റ്റാൻഡേർഡ്. ദ സ്റ്റാൻഡേർഡ് ഷുഡ് ബി ക്ലിയർ, ഇറ്റ് ഷുഡ് ബി വെൽ അണ്ടർസ്റ്റുഡ് ബൈ ദ എംപ്ലോയർ ആൻഡ് എംപ്ലോയി, ബട്ട് ഇൻ പ്രാക്ടീസ് ഇറ്റ് മെ നോട്ട് ബി പോസിബിൾ. ദാറ്റ് ഈസ് ആംബിഗിറ്റി ഇൻ സ്റ്റാൻഡേർഡ്സ്. ദ നെക്സ്റ്റ് വൺ, ഇൻസഫിഷ്യൻറ്റ് എവിഡൻസ്. Insufficient in the absence of sufficient evidence, the boss can rate a positive or negative evaluation of the employees. An employee who can impress the boss may get a positive evaluation, and through this impression in his own department may be very poor. In such cases, the performance appraisal will be superfluous. അതായത് ഇവിടെ പറയുന്നത് ചില എംപ്ലോയീസ് വളരെയധികം ആക്റ്റീവ് ആയിരിക്കും, അവരെപ്പോഴും ഇങ്ങനെ ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ആളുകളായിരിക്കും. അപ്പോൾ അവർ നല്ല രീതിയിൽ ബോസിനെ ഇംപ്രസ് ചെയ്യുക, അവരുടെ വാക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തികൾ കൊണ്ടൊക്കെ ബോസിനെ വളരെയധികം ഇംപ്രസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പം അങ്ങനെയുള്ള എംപ്ലോയീസിന് ചിലപ്പോൾ റേറ്റർ കൂടുതൽ പോസിറ്റീവ് പോയിന്റ്സ് കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലാത്തവർക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ഇവാലുവേഷൻ ആയിരിക്കും വരിക. അതാണ് ഇൻസഫിഷ്യൻറ്റ് എവിഡൻസ്. ഇൻ ദ ആബ്സെൻസ് ഓഫ് സഫിഷ്യൻറ്റ് എവിഡൻസ് ദ ബോസ് ക്യാൻ ഗിവ് എ പോസിറ്റീവ് evaluation to those who impress the boss. The next one, several qualities remain without appraisal. ഈ പെർഫോമൻസ് അപ്രൈസൽ കണ്ടക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ 4-5 ഫാക്ടേഴ്സൊക്കെ എടുത്തിട്ടാണ് പെർഫോമൻസ് അപ്രൈസൽ നടത്തുന്നത്. പക്ഷെ ഒരു ജോബ് അല്ലെങ്കിൽ ഒരു എംപ്ലോയിയുടെ പെർഫോമൻസ് ഇസ് റിലേറ്റഡ് വിത്ത് സോ മെനി ഫാക്ടേഴ്സ്. അപ്പോൾ ഈ എല്ലാ ഫാക്ടേഴ്സും നമ്മൾ എടുക്കുന്നില്ല. ഓൺലി ഫ്യൂ ഇമ്പോർട്ടൻറ്റ് 5 or 6 ആർ ടേക്കൺ ഇൻ ടു അക്കൗണ്ട് വൈൽ കണ്ടക്ടിങ് പെർഫോമൻസ് അപ്രൈസൽ. പക്ഷെ ഒരു ജോബിന് ഒരുപാട് ഫാക്ടേഴ്സ് നമ്മൾ നോക്കണം, പക്ഷെ അതൊന്നും നോക്കാൻ നമുക്ക് പറ്റാറില്ല. അപ്പോൾ പല ക്വാളിറ്റീസും നമുക്ക് അപ്രൈസ് ചെയ്യാൻ പറ്റാതെ പോകുന്നു. Then leniency or strictness tendency. ചില evaluators may be in the nature of lenient, some may be strict. അപ്പോൾ ചില റേറ്റർ, ഇപ്പോൾ നമ്മൾ ടീച്ചേഴ്സ് തന്നെ നമ്മൾ പറയില്ലേ, ചിലർ ഭയങ്കര ലിബറൽ ആയിട്ട് വാല്യൂ ചെയ്യുന്നവരായിരിക്കും, ചിലർ സ്ട്രിക്റ്റ് ആയിട്ട് വാല്യൂ ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ ഇത് രണ്ടും വന്നാലും എറർ തന്നെയാണ് വരിക.
ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഒരു റേറ്റർ ലീനിയൻ്റ് ടെൻഡൻസിയാണ്, ഫ്രീ ആണ്, വളരെ ഫ്രീ ആയിട്ട് ഈ വാല്യുവേഷൻ നടത്താണ്, ലിബറലായിട്ട് ഉദാരമായിട്ട് അവർ വാല്യുവേഷൻ നടത്തുകയാണെങ്കിൽ ആ എററിനെ നമ്മൾ പറയുക പോസിറ്റീവ് ലീനിയൻസി എറർ എന്നാണ് പറയുക. പക്ഷേ ചില റേറ്റേഴ്സ്, സൂപ്പർവൈസേഴ്സ് അല്ലെങ്കിൽ ബോസ് നെഗറ്റീവ് ലീനിയൻസി എറർ വരുത്താറുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സ്ട്രിക്റ്റ് ആയിരിക്കും, വളരെ കുറച്ചു മാർക്കാണ് അവർ കൊടുക്കുള്ളൂ. അങ്ങനെ വരുമ്പോഴാണ് നെഗറ്റീവ് ലീനിയൻസി എറർ. ഭയങ്കരമായിട്ട് പിടിച്ചു മാർക്ക് നമുക്ക് പേപ്പർ വാല്യുവേഷൻ ഒക്കെ വരുമ്പോൾ വരില്ലേ, അത് തന്നെയാണ് ഇവിടുത്തെ രീതി. ദ നെക്സ്റ്റ് വൺ, ആവറേജ് റേറ്റിംഗ് പ്രോബ്ലം. ഇനി ചില റേറ്റേഴ്സ് എന്താ ചെയ്യുക വെച്ചാൽ ആവറേജ് മാർക്ക് അങ്ങോട്ട് കൊടുക്കും, ഹൈയും കൊടുക്കില്ല. ദേ ഡു നോട്ട് ഗീവ് high rating or low rating. At the same time they may give average rating to all. ഇപ്പോൾ നമ്മൾ വളരെ നല്ല പെർഫോമൻസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റീസൺ നമ്മൾ കൊടുക്കണം. ഇനി ലോ പെർഫോമൻസ് ആണെങ്കിൽ അതിൻ്റെ റീസൺ നമ്മൾ മെൻഷൻ ചെയ്യണം. അപ്പോൾ ഇത് രണ്ടും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സം റേറ്റേഴ്സ് മേ അഡോപ്റ്റ് ആൻ ആവറേജ് റേറ്റിംഗ്, കുഴപ്പമില്ല എന്ന് പറയുന്ന രീതിയാണ് ആവറേജ് റേറ്റിംഗ് പ്രോബ്ലം. The next one, influence of men's job. Influence of men's job. ഇപ്പോൾ നമുക്കറിയാം ഒരു ഓർഗനൈസേഷനിൽ സീനിയർ മോസ്റ്റ് പേഴ്സൺസ് ഉണ്ടായിരിക്കും, ജൂനിയർ ആയിട്ടുള്ള എംപ്ലോയീസ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ ജൂനിയർ സീനിയറിനേക്കാളും എഫിഷ്യൻ്റ് ആയിരിക്കും. പക്ഷെ നമ്മൾ ചിലപ്പോൾ ചില റേറ്റേഴ്സ് റാങ്ക് കൊടുക്കുമ്പോൾ എപ്പോഴും സീനിയേഴ്സിനാണ് കൂടുതൽ ഹൈ റേറ്റിംഗ് കൊടുക്കുക. അതാണ് ഇതിനകത്ത് ഇൻഫ്ലുവൻസ് ഓഫ് മെൻസ് ജോബ്. അതായത് സീനിയർ എംപ്ലോയി ആണ്, അയാളെ എപ്പോഴും കൂടുതലായിട്ട് റേറ്റ് ചെയ്യും. ജൂനിയർ എംപ്ലോയി ചിലപ്പോൾ നന്നായി വർക്ക് ചെയ്താൽ പോലും അയാൾക്ക് സീനിയറിൻ്റെ റാങ്ക് കിട്ടണമെന്നില്ല. ദെൻ ദ നെക്സ്റ്റ് വൺ, സിമിലാരിറ്റി എറർ. സിമിലാരിറ്റി എററിൽ പറയുന്നത് ബോസ് ഇപ്പോൾ അല്ലെങ്കിൽ സൂപ്പർവൈസർ അല്ലെങ്കിൽ റേറ്റർ അയാളുടെ ക്വാളിറ്റീസ് തന്നെ മറ്റുള്ളവരിൽ കാണാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ ഈ റേറ്റ് ചെയ്യുന്ന ആൾക്ക് ചില ക്വാളിറ്റീസ് ഉണ്ട്, അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ക്വാളിറ്റീസ് ആണ് അയാൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ ആ ക്വാളിറ്റീസ് ഒക്കെ എംപ്ലോയീസിൽ ഉണ്ടോ എന്ന് അയാൾ നോക്കുകയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ റേറ്റിംഗ് കൊടുക്കും, ഇല്ല എങ്കിൽ കുറവ് റേറ്റിംഗ് കൊടുക്കും. ദീസ് ആർ ദ വേരിയസ് പ്രോബ്ലം ഫേസ്ഡ് ബൈ ദ റൈറ്റർ വൈൽ കണ്ടക്ടിങ് പെർഫോമൻസ് അപ്രൈസൽ.